ഒരു ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും നിർണായകമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലും എത്രത്തോളം ദുർബലമാണ് എന്ന് തെളിയിക്കുന്ന അതീവ ഗുരുതരമായ ഒരു വാർത്തയാണ് പശ്ചിമ ബംഗാളിൽ നിന്നും പുറത്തേക്ക് വന്നത്. രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിലെ ഒരു പ്രധാന സർക്കാർ കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ കത്തിയമർന്നത് 4000-ഓളം വോട്ടിംഗ് മെഷീനുകളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി രേഖപ്പെടുത്താൻ ഉപയോഗിച്ച EVM-കളും VVPAT-കളുമാണ് വെറും മണിക്കൂറുകൾക്കകം ചാരമായി മാറിയത്. ദക്ഷിണ കൊൽക്കത്തയിലെ അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ ആലിപ്പൂരിലാണ് ഈ വൻ ദുരന്തം അരങ്ങേറിയത്. സൗത്ത് 24 പർഗാനാസ് ജില്ലാ പരിഷത്തിന്റെ 10 നിലകളുള്ള മന്ദിരത്തിൽ ബുധനാഴ്ച രാവിലെയാണ് 9:30-ഓടെ തീപിടുത്തം ഉണ്ടാകുന്നത്. കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലകളിലേക്ക് ആളിപ്പടർന്ന തീ വോട്ടിംഗ് മെഷീനുകൾ അതീവ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിരുന്ന 7, 8, 9, 10 നിലകളെ പൂർണ്ണമായിട്ടും വിഴുങ്ങുകയായിരുന്നു. അഗ്നിശമന സേനയുടെ 15ഓളം യൂണിറ്റുകൾ ഏകദേശം 24 മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീ പൂർണ്ണമായിട്ടും അണച്ചത്. വോട്ടിംഗ് മെഷീനുകൾക്ക് പുറമെ 10 മണ്ഡലങ്ങളിലെ ജനവിധിയുടെ രേഖകളും പ്രധാനപ്പെട്ട സർക്കാർ ഫയലുകളും പൂർണ്ണമായിട്ടും കത്തിയമർന്നു. അതീവ സുരക്ഷാ സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരിടത്ത് എങ്ങനെയാണ് ഇത്ര വേഗം തീ പടർന്നത് എന്ന ചോദ്യം കടുത്ത അട്ടിമറി സംശയങ്ങൾക്ക് വഴിവെക്കുകയാണ്. സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും ഇതിന് പിന്നിൽ വൻ ഗൂഢാലോചനയ്ക്ക് സാധ്യതയുണ്ട് എന്നും പശ്ചിമ ബംഗാൾ മന്ത്രി കൗശിക് ചൗധരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ ആരെങ്കിലും ബോധപൂർവം തീയിട്ടതാണോ എന്ന സംശയത്തിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ജില്ലാ ഭരണകൂടത്തിന്റെ പരാതിയിൽ ആലിപ്പൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ മാത്രമായിരിക്കും ഈ വൻ സുരക്ഷാ വീഴ്ചയുടെ ദുരൂഹതകളുടെ ചുരുള് അഴിക്കുക.